സെയ്തലവി എന്നാണ്. VS മാസ്റ്റർ എന്ന പേരിൽ അറിയപ്പെടുന്നു. വയനാട് ജില്ലയിലെ മാനന്തവാടി ആയിരുന്നു സ്വദേശം. ഇപ്പോൾ കണിയാമ്പറ്റയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. 13 വർഷത്തോളം ഒരു CBSE സ്കൂളിന്റെ പ്രിൻസിപ്പൽ ആയിരുന്നു. അതോടൊപ്പം തന്നെ 5ഓളം ട്രഡീഷണൽ ബിസിനസ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ കൊറോണ സമയത്ത് എല്ലാം തകർച്ചയിലേക്ക് പോവുകയും ആ സമയത്ത് മറ്റൊരു പിടിവള്ളി എന്നുള്ള രീതിയിൽ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഡയറക്ട് സെല്ലിങ്ങിനെ കുറിച്ച് തിരിച്ചറിയുകയും ആ ഡയറക്ട് സെല്ലിംഗ് കമ്പനികളുടെ കൂട്ടത്തിൽ ഇന്ന് ഇന്ത്യയിലെ നമ്പർ 1 കമ്പനി ആയിട്ടുള്ള MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിൽ നമ്മുടെ വയനാട് ജില്ലയിലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതനും സുഹൃത്തും നല്ല ട്രെയിനറും ഒക്കെ ആയിട്ടുള്ള പ്രിയപ്പെട്ട നമ്മുടെയൊക്കെ സുപരിചിതനായിട്ടുള്ള പ്രിയപ്പെട്ട നൂർഷ വയനാടാണ് ഈ ഒരു അവസരത്തിലേക്ക് എന്നെ കൈപിടിച്ചുയർത്തിയത്. നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. നിങ്ങളുടെയൊക്കെ ഒരു നിറഞ്ഞ കയ്യടിയും പ്രാർത്ഥനയും അദ്ദേഹത്തിന് ഉണ്ടാവണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായാലും വളരെ സന്തോഷം. നമ്മുടെ ഈ സക്സസ് ടീമിന്റെ ദിനേനയുള്ള മോർണിംഗ് മീറ്റില് വിവിധങ്ങളായ സബ്ജക്റ്റുകളുമായി പല ലീഡേഴ്സും വരുന്നുണ്ടാവാം. ഞാനും കുറച്ച് തവണകൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ട്, വിവിധ സബ്ജക്റ്റുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യ ഗ്രോയുടെ അഗ്രികൾച്ചർ അടക്കം ഒരുപാട് സബ്ജക്റ്റുകൾ ഞാൻ ഇവിടെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ സംവദിക്കാൻ പോകുന്നത് രോഗകാരണങ്ങളും പ്രതിവിധിയും എന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്ത റഫീഖ് സാറിനും അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഉമ്മർ ഉസ്താദിനും ഗ്രേറ്റ് ലീഡേഴ്സിനും ഒക്കെ ഒരുപാട് നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്, ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അധികം നീട്ടിവലിച്ച് ആമുഖം ഞാൻ സംസാരിക്കുന്നില്ല. നമുക്ക് വിഷയത്തിലേക്ക് വരാം. 6:45 വരെയാണല്ലോ നമുക്ക് സമയമുള്ളത്. അതുകൊണ്ട് തന്നെ അതിനിടയിൽ വളരെ കുറച്ച് കാര്യങ്ങൾ സംവദിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. ഏതായാലും രോഗകാരണങ്ങളും പ്രതിവിധിയും ഇന്ന് ഒരുപാട് പ്രശ്ന സങ്കീർണമായ സാഹചര്യങ്ങളിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നത്. ലോകത്ത് രോഗങ്ങൾ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതിവിധി കണ്ടെത്താൻ കഴിയാത്ത രോഗങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ വൈറസ് രോഗങ്ങൾക്ക് അടിമപ്പെടുന്നു, അതുപോലെ തന്നെ ഫംഗസ് രോഗങ്ങൾക്ക് അടിമപ്പെടുന്നു, അതുപോലെ തന്നെ ഡീജനറേറ്റീവ് രോഗങ്ങൾക്ക് അടിമപ്പെടുന്നു. ഡീജനറേറ്റീവ് രോഗങ്ങളെയാണ് നമ്മൾ ജീവിതശൈലി രോഗങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ ലോകത്ത് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും യൂറിക് ആസിഡും വെരിക്കോസ് ക്യാൻസർ അടക്കമുള്ള ഒരുപാട് ജീവിതശൈലി രോഗങ്ങളിലൂടെ നമ്മൾ കടന്നുപോകുകയാണ്. എന്നാൽ രോഗങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ആരോഗ്യം എന്ന് പറയുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ. രോഗങ്ങൾ ഒരുപാടുണ്ട്, പക്ഷെ ആരോഗ്യം ഒന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരൊറ്റ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് ലോകം ദാഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്, രോഗമില്ലാത്തൊരവസ്ഥ. മരണം വരെ ആരോഗ്യത്തോടു കൂടെ ജീവിക്കണം, ആരോഗ്യത്തോടു കൂടെ നിലനിൽക്കണം, സന്തോഷത്തോടെ മുന്നോട്ട് പോകണം, മറ്റുള്ളവർക്ക് ബാധ്യതയാവാതെ പ്രയാസമാവാതെ മറ്റുള്ളവരെ ആശ്രയിക്കാത്ത രീതിയിൽ ആരോഗ്യത്തോടുകൂടെ ജീവിക്കണം എന്നാണ് എല്ലാവരും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ ആഗ്രഹത്തിന് വിപരീതമായി ഇത്തരത്തിൽ ഒരുപാട് രോഗങ്ങൾ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതിന്റെ പശ്ചാത്തലം നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ നമ്മള് രോഗത്തെക്കുറിച്ചല്ല കാരണങ്ങളെ കുറിച്ചാണ് പഠിക്കേണ്ടത്. രോഗത്തെക്കുറിച്ചല്ല നമ്മൾ പഠിക്കേണ്ടത്, രോഗകാരണങ്ങൾ എന്താണ് ഇത്രയധികം.
പലതരത്തിലുള്ള രോഗങ്ങൾ വ്യാപിക്കാനുള്ള കാരണം? എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തെ ഇത്രയധികം രോഗങ്ങൾ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പഠനമാണ് നമുക്ക് ആവശ്യം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് രോഗകാരണങ്ങളെ കുറിച്ചാണ് നമ്മൾ കൃത്യമായിട്ട് അറിയേണ്ടത്. അതിൽ ഒന്നാമത്തെ കാരണം, നമ്പർ 1 എന്ന് പറയുന്നത് അൺനാച്ചുറൽ അന്നമാണ്. അൺനാച്ചുറൽ ഫുഡ്, അതായത് പ്രകൃതി വിധിച്ച ഭക്ഷണമല്ലാതെ പ്രകൃതി വിധിക്കാത്ത ഭക്ഷണം കഴിക്കുക. അതാണ് രോഗം വരാനുള്ള ഒന്നാമത്തെ കാരണം. പ്രകൃതി വിധിച്ച ഭക്ഷണം കഴിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. ഇന്ന് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണങ്ങളിൽ പലതും പ്രകൃതി വിധിക്കാത്ത അൺനാച്ചുറൽ ഫുഡാണ്. അപ്പൊ പ്രകൃതി വിധിക്കാത്ത ഭക്ഷണം കഴിക്കുന്ന ആളുകളിൽ രോഗവ്യാപനം ഉണ്ടാകുമെന്നാണ്. രോഗം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും, പലതരത്തിലുള്ള രോഗങ്ങൾ കടന്നു വന്നുകൊണ്ടേയിരിക്കും. അതായത് പ്രകൃതി വിധിച്ച ഭക്ഷണം എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ പഞ്ചഭൂതങ്ങൾ എന്നാണ് പറയുന്നത്. പഞ്ചഭൂതങ്ങൾ, ആ പഞ്ചഭൂതങ്ങൾ അനുസരിച്ചുള്ള ഭക്ഷണ ക്രമീകരണം നമ്മൾ കൊണ്ടുവരണം. അതായത് ഈ ഭക്ഷണം, വെള്ളം, വായു, അഗ്നി, അതുപോലെ തന്നെ ആകാശം, ഇതാണ് പഞ്ചഭൂതങ്ങൾ എന്ന് പറയും. ആകാശം, ഭൂമി, വായു, വെള്ളം, അഗ്നി, ഇതാണ് പഞ്ചഭൂതം. ഈ പഞ്ചഭൂതങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ഒരു ജീവിത രീതിയാണ് നമ്മൾ, അല്ലെങ്കിൽ ഒരു ഭക്ഷണ ശീലമാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അന്നമാണ്, നമ്മൾ കുടിക്കുന്ന വെള്ളം അന്നമാണ്, നമ്മൾ ശ്വസിക്കുന്ന വായു അന്നമാണ്, നമ്മൾ കൊള്ളുന്ന ചൂട് അന്നമാണ്, നമ്മൾ കേൾക്കുന്ന ശബ്ദവും അന്നമാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മാത്രമല്ല അന്നം. പ്രകൃതിയുടെ പഞ്ചഭൂതങ്ങൾ 5ഉം അന്നമാണ്. അതായത് കഴിക്കുന്ന ഭക്ഷണം, കുടിക്കുന്ന വെള്ളം, ശ്വസിക്കുന്ന വായു, കേൾക്കുന്ന ശബ്ദം, കൊള്ളുന്ന ചൂട്, ഇതൊക്കെ അന്നമാണ്. ഇതൊക്കെ പ്രകൃതി വിധിച്ചതിന് അനുസൃതമായിട്ടാണ് നമ്മളിൽ കടന്നു വരുന്നതെങ്കിൽ ഈ 5 അന്നങ്ങളും നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്താൻ ഏറ്റവും അനുയോജ്യമാണ് എന്നാണ് പഠനം പറയുന്നത്. അപ്പോ കഴിക്കുന്ന ഭക്ഷണം കൊണ്ട് മാത്രം നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സാധിക്കില്ല. അവിടെ നമ്മൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് ശ്രദ്ധിക്കണം, ശ്വസിക്കുന്ന വായുവിനെ കുറിച്ച് നമ്മൾ ബോധേഡായിരിക്കണം, നമ്മൾ കൊള്ളുന്ന ചൂടിനെ കുറിച്ച് നമ്മൾ അറിവുള്ളവരായിരിക്കണം, അതുപോലെ തന്നെ നമ്മൾ കേൾക്കുന്ന ശബ്ദത്തെ കുറിച്ചും നമ്മൾ കൃത്യമായിട്ട് ബോധമുള്ളവരായിട്ട് മാറും. ഈ സമയത്താണ് ശരിക്കുള്ള ഒരു ആരോഗ്യം കെട്ടിപ്പടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. ഇതെല്ലാം നാച്ചുറൽ ആയിരിക്കണം. ഇപ്പോ നമ്മൾ വിപരീതം പ്രവർത്തിക്കും. ഇതിൽ നിന്നൊക്കെ വിപരീതമായിട്ടാണ് നമ്മുടെ ഭക്ഷണശീലം പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിത രീതി മാറിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ടാണ്. ആ വ്യത്യസ്തത ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നാച്ചുറലിലേക്ക് അഥവാ പ്രകൃതിയിലേക്ക് മടങ്ങി വരിക എന്നതാണ് ആരോഗ്യം കെട്ടിപ്പടുക്കാനുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയും. അപ്പോ വിധിക്കാത്ത ഭക്ഷണം എന്ന് പറയുന്നത്, ഒന്ന്, ജങ്ക് ഫുഡുകൾ നമ്മൾ ധാരാളമായി കഴിച്ചുകൊണ്ടിരിക്കും. അതായത് മന്തി, അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ റോസ്റ്റഡ്, അല്ലെ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട്, തന്തൂരി അടക്കമുള്ള ഒരുപാട് ജങ്ക് ഫുഡുകളും ഇത്തരത്തിലുള്ള ആധുനിക ഫുഡുകളും കഴിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത്തരം ഫുഡുകളിൽ നിന്നും നമ്മൾ മാറുക. നമ്മൾ വായയുടെ അല്ലെങ്കിൽ നാവിന്റെ രുചിക്ക് വേണ്ടിയാണ് ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വയറിന് ആവശ്യമുള്ള ഭക്ഷണമല്ല നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. വയറ് നിറഞ്ഞാലും വീണ്ടും അനാവശ്യമായി നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ശീലങ്ങളൊക്കെ നമ്മൾ മാറ്റിയെടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് രോഗത്തെ നിയന്ത്രിക്കാൻ വേണ്ടി സാധിക്കും. ഉദാഹരണം പറഞ്ഞാല്, നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുന്നവരാണ്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, നമ്മൾ നാച്ചുറൽ ഫുഡിലേക്ക് കടന്നു വരണം. ആ നാച്ചുറൽ ഫുഡ് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം.
ആ നാച്ചുറൽ ഫുഡ് എന്ന് പറയുന്നത് പ്രകൃതി വിധിച്ച ഭക്ഷണമാണ്. പ്രകൃതി വിധിക്കാത്ത ഭക്ഷണത്തിന്റെ പിറകെ നമ്മൾ പോവാൻ പാടില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞ ആധുനിക ഭക്ഷണ ശീലങ്ങളൊക്കെ ഒഴിവാക്കിയാൽ മാത്രമാണ്, അതൊരു ശീലമാക്കി മാറ്റാതെ, വല്ലപ്പോഴും കഴിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, അതൊരു ശീലമാക്കി മാറ്റാതെ അത്തരത്തിലുള്ള ആധുനിക ഫുഡുകളിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, വിട്ടു നിൽക്കണം. അപ്പോഴേ നമ്മുടെ ആരോഗ്യം നമുക്ക് കെട്ടിപ്പടുക്കാൻ സാധിക്കും. അപ്പൊ സാധാരണഗതിയിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇന്നത്തെ ഒരു ശീലം എന്ന് പറയുന്നത് ബൊഫെ ഫുഡുകൾ നമുക്കറിയാം. ഇതൊക്കെ നമ്മൾ തോന്നുന്നതൊക്കെ വാരി വലിച്ച് കഴിക്കുന്ന ഒരവസ്ഥ. നമ്മുടെ അനുസരിച്ച് വേറിട്ട അല്ലെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ഭക്ഷണത്തിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ഒന്നിലധികം ഭക്ഷണങ്ങളിൽ പല ഭക്ഷണങ്ങളും കോമ്പിനേഷൻ സ്വീകരിക്കാൻ സാധിക്കാത്തതാണ്. പല ഭക്ഷണങ്ങളും പരസ്പരം യോജിക്കാത്തതാണ്. അതൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ എന്ത് ചെയ്യുന്നു, ബൊഫെ സിസ്റ്റത്തിൽ പോയി ഇഷ്ടമുള്ള എല്ലാത്തിലും കൈയിട്ട്, എന്താ പറയാ, ആട് ഇല ഭക്ഷിക്കുന്നത് പോലെ അവിടെയും ഇവിടെയും ഒക്കെ കടിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലമുണ്ട്. ആ ശീലം നമ്മൾ മാറ്റിയെടുക്കണം. രണ്ട്, നമ്മുടെ വയറ് നിറയെയാണ്, നമ്മൾ ആമാശയം നിറയുന്ന രീതിയിലാണ് നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ശീലവും തെറ്റാണ്. ആമാശയം നിറയുന്ന രീതിയിൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പാടില്ല. വയറിന്റെ 1/3 ഭക്ഷണവും 1/3 വെള്ളവും 1/3 വായുവും, ഇങ്ങനെയായിരിക്കണം നമ്മുടെ ഭക്ഷണശീലം. അമിതമായ ഭോജനം അത് ഒരിക്കലും മനുഷ്യന് ഭൂഷണമല്ല. ഒരുപാട് രോഗങ്ങൾ കടന്നു വരും. ഇന്ന് വായുവിനും വെള്ളത്തിനും പോകാൻ സ്ഥലമില്ലാത്ത രീതിയിലാണ് നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ചില ആളുകൾ അർമാദിച്ച് കഴിക്കുകയാണ് ഭക്ഷണം. അതുകൊണ്ട് തന്നെ രോഗങ്ങൾ വിട്ടുമാറാതെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കൃത്യമായ ശരീര നിയന്ത്രണം, ആരോഗ്യ നിയന്ത്രണം ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണത്തിൽ ഒരു നിയന്ത്രണം കൊണ്ടുവന്നാൽ തന്നെ ഒരു പരിധിവരെ രോഗങ്ങളെ നമുക്ക് എന്താക്കാൻ പറ്റും, തടയിടാൻ വേണ്ടി സാധിക്കും. അപ്പൊ നാച്ചുറൽ ഫുഡിലേക്ക്, പ്രകൃതി വിധിച്ച ഭക്ഷണത്തിലേക്ക് വരികയും അത് നിയന്ത്രണ വിധേയമായി കഴിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് രോഗങ്ങളിൽ നിന്ന് നമുക്ക് മാറാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ കുടിക്കുന്ന വെള്ളം ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് മലീമസമായ വെള്ളമാണ്. അതായത് നമ്മൾ നല്ല പച്ചവെള്ളം കുടിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുന്നതിന് പകരം നമ്മളൊക്കെ കൊക്കക്കോളയും പെപ്സിയും മറ്റ് ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള പാനീയങ്ങൾ, ലഹരി അടങ്ങിയ പാനീയങ്ങളാണ് പല ആളുകളും പല കഫേകളിലും പോയിക്കൊണ്ട് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിലൂടെയും ഒരുപാട് രോഗങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നുണ്ട് എന്ന് പഠനം പറയും. അപ്പൊ പ്രകൃതി വിധിക്കാത്ത വെള്ളം കുടിക്കുന്നു, പ്രകൃതി വിധിക്കാത്ത ഭക്ഷണം കഴിക്കും. ഈ ഒരു രീതി മാറ്റിയെടുക്കുമ്പോഴാണ് നമുക്ക് രോഗങ്ങളിൽ നിന്ന് മുക്തമാകാൻ വേണ്ടി സാധിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പ്രകൃതി വിധിച്ച ഭക്ഷണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം, കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അവർ കഴിക്കുന്ന പ്രധാന ഫുഡ് എന്ന് പറയുന്നത് അരി ആഹാരമാണ്. എല്ലാവർക്കും അറിയാം, അരി ആഹാരമാണ് ഏറ്റവും കൂടുതൽ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇതും ഒരു തെറ്റായ രീതിയാണെന്നാണ് പഠനം പറയുന്നത്. ശരിക്കും മറ്റ് അതർ കൺട്രീസിലുള്ള മറ്റ് രാജ്യങ്ങളിലുള്ള ആളുകളൊക്കെ മില്ലറ്റ്സുകളും അതുപോലെ തന്നെ വെൽനസ് ഉൽപ്പന്നങ്ങളും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥാനത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ അരി ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അരി എന്ന് പറയുന്നത് നമുക്കറിയാം, അരിയും ഗോതമ്പും ഏറ്റവും കൂടുതൽ ഷുഗർ കണ്ടന്റുള്ള, അരിയിൽ ഏറ്റവും കൂടുതൽ ഷുഗർ കണ്ടന്റ്, ഗ്ലൂക്കോസിന്റെ അളവ് കൂടുതലാണ്. ഇവിടെ ദൈവം വിധിച്ച അല്ലെങ്കിൽ ദൈവം സൃഷ്ടിക്കപ്പെട്ട ശരീരത്തെ സംബന്ധിച്ചിടത്തോളം ആ ശരീരത്തിലെ ആവശ്യമായ എല്ലാ ഘടകങ്ങളും ദൈവം തന്നെ സംവിധാനിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഷുഗർ വേണം, നമ്മുടെ ശരീരത്തിൽ പ്രഷർ വേണം, നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ വേണം, കാൽസ്യം വേണം, സോഡിയം വേണം, അയൺ വേണം, സിങ്ക് വേണം, അല്ലെ? ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ ദൈവം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഓൾറെഡി ഷുഗർ ഉള്ള ഒരു ശരീരത്തിലേക്ക് ഷുഗർ കണ്ടന്റ് ഉള്ള ഭക്ഷണം ധാരാളമായി കയറ്റിവിട്ടാൽ, അല്ലെ, അതായത് അരിയാഹാരം ധാരാളമായി നമ്മൾ കഴിച്ചാൽ ഷുഗറിന്റെ അളവ് കൂടും. പിന്നെ നമ്മൾ ദൈവത്തെ പഴിച്ചിട്ട് യാതൊരു കാര്യമില്ല. അപ്പൊ ഇവിടെ നമ്മൾ ബുദ്ധിയുള്ള ആളുകൾ ചിന്തിക്കേണ്ടത്,
ഷുഗർ കണ്ടന്റ് കൂടുതലുള്ള ഭക്ഷണം നമ്മൾ എന്ത് ചെയ്യണം? നിയന്ത്രിക്കണം. ഒരുപാട് തവണ നമ്മളത് കഴിക്കരുത്. അങ്ങനെ കഴിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഓൾറെഡി ഷുഗർ ഉള്ള ശരീരത്തിലേക്ക് ഷുഗറിന്റെ അളവ് കൂടുകയാണ്, ഗ്ലൂക്കോസിന്റെ അളവ് കൂടുകയാണ്. ഷുഗർ വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ നാഡി ഞരമ്പുകളെ അടക്കം ക്ഷയിപ്പിച്ചു കളയും. ഒരുപാട് പ്രശ്നസങ്കീർണമായ സാഹചര്യത്തിലേക്ക് നമ്മളെ തള്ളിവിടും. നമുക്ക് ക്ഷീണമില്ലാതെ നടക്കാനോ അതുപോലെ തന്നെ എനർജി നഷ്ടപ്പെട്ട ആളുകളായി, ഊർജം നഷ്ടപ്പെട്ട ആളുകളായിട്ട് നമ്മൾ മാറും. അപ്പൊ അതുകൊണ്ട് ഷുഗർ കണ്ടന്റ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കണം. ശരിക്ക് ഈ അരി, ഗോതമ്പ് എന്നൊക്കെ പറയുന്നത് മനുഷ്യരുടെ ഭക്ഷണമേ അല്ല എന്ന് പറയും. അത് പക്ഷികളുടെയും പറവകളുടെയും ഭക്ഷണമാണ് യഥാർത്ഥത്തിൽ അരിയും ഗോതമ്പ്. പക്ഷെ അത് മനുഷ്യൻ ഏറ്റെടുത്തു. പക്ഷെ മറ്റ് രാജ്യക്കാര് അവര് അരിയാഹാരം കുറച്ച് അവര് ഫ്രൂട്ട്സും വെജിറ്റബിൾസും മില്ലറ്റ്സും അതുപോലെ തന്നെ ചെറുമണി ധാന്യങ്ങൾ അതുപോലെ തന്നെ വെൽനസ് ഉൽപ്പന്നങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആളുകളാണ് അല്ലെ? ആ വെൽനസ് നമ്മുടെ കയ്യിലുണ്ട്. ആ വെൽനസിന്റെ ഉൽപ്പന്നങ്ങൾ ധാരാളം നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ നമ്മള് ബോധേടല്ല, നമ്മള് ശ്രദ്ധാലുക്കളല്ല. അതിലേക്ക് ഞാൻ വരാം. അപ്പൊ ഏതായാലും ഇങ്ങനെയുള്ള ഭക്ഷണശീലം, പ്രകൃതി വിധിച്ച ഭക്ഷണശീലത്തിലേക്ക് നമ്മൾ മാറണം. പ്രകൃതി വിധിച്ച വെള്ളം കുടിക്കണം. ഏതാ പ്രകൃതി വിധിച്ച വെള്ളം? പച്ചവെള്ളം പ്രകൃതി വിധിച്ച വെള്ളമാണ്. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ഫ്രൂട്ടിന്റെ ജ്യൂസ് പ്രകൃതി വിധിച്ച ഭക്ഷണമാണ്, അല്ലെങ്കിൽ വെള്ളമാണ്, പ്രകൃതി വിധിച്ച വെള്ളം. ഇപ്പൊ വാഴപ്പഴാവട്ടെ, ബനാന, വാഴപ്പഴം, അല്ലെങ്കിൽ മൊസമ്പി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രൂട്ടിന്റെ ജ്യൂസ് അതിരാവിലെ കുടിക്കുകയാണെങ്കിൽ അത് ശരീരത്തിന് ഏറ്റവും ബെറ്റർ ആണ്. അത് പ്രകൃതി വിധിച്ച വെള്ളമാണ്. കാരണം അതെങ്ങനെ കഴിക്കണം? അതിൽ ഷുഗർ ഇടാൻ പാടില്ല. അത് നാച്ചുറൽ ആയിട്ട് കഴിക്കണം. നാച്ചുറൽ ആയിട്ട് ജ്യൂസ് അടിച്ച് കഴിക്കണം. അതിൽ ഷുഗറോ അല്ലെങ്കിൽ സാൾട്ടോ ഒന്നും ചേർക്കാത്ത രീതിയിൽ നമ്മൾ ഇങ്ങനെ കഴിക്കണം. പല ഫ്രൂട്ടുകളിലും അതുപോലെ തന്നെ പല വെജിറ്റബിൾസുകളിലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? വെള്ളം തന്നെ ചേർക്കാൻ പാടില്ല. അത് അതിൻ്റെതായ പ്രകൃതിയിൽ തന്നെ ജ്യൂസ് അടിച്ച് കുടിക്കും. നമ്മൾ കുക്കുംബർ പറയാറുണ്ട്. കുക്കുംബർ ജ്യൂസ് അടിച്ച് കുടിക്കുമ്പോൾ അതിൽ നമ്മൾ വെള്ളം ചേർക്കാൻ പാടില്ല. കുക്കുംബർ അതേ തനതായ ശൈലിയിൽ അല്ലെങ്കിൽ ആ തനിമയോടുകൂടെ നമ്മൾ എന്ത് ചെയ്യണം? ജ്യൂസ് അടിച്ച് ആ വെള്ളമാണ്, ആ ജ്യൂസാണ് നമ്മൾ കുടിക്കണം. അതിന് വെള്ളം ചേർത്തിട്ടല്ല ശരിക്കും കുടിക്കണം. അങ്ങനെ പ്രകൃതി വിധിച്ച വെള്ളത്തിലേക്കും പ്രകൃതി വിധിച്ച ഭക്ഷണത്തിലേക്കും നമ്മൾ മാറിയാൽ തന്നെ ഒരുപാട് ഡീജനറേറ്റീവ് രോഗങ്ങളിൽ നിന്ന് നമുക്ക് മുക്തമാകാൻ വേണ്ടി സാധിക്കും, നമുക്ക് മാറാൻ വേണ്ടി സാധിക്കും. അപ്പൊ ആ രീതിയിലായിരിക്കണം നമ്മുടെ ഭക്ഷണവും വെള്ളവും. അതുപോലെ വിധിക്കാത്ത വായു അല്ലെ, അൺനാച്ചുറൽ എയർ. നമുക്കെല്ലാം അറിയാം, നമുക്ക് ഫ്രഷ് എയർ ലഭിക്കണം അല്ലെ. നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോയി ഇരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നല്ല കാടുകൾ തിങ്ങിയ സ്ഥലത്ത്, നല്ല പച്ചപ്പുള്ള സ്ഥലങ്ങളിൽ, അതുപോലെ നല്ല മരങ്ങളുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പോയി ഇരിക്കുന്നത് നമുക്ക് ഫ്രഷ് എയർ ലഭിക്കാൻ, ഒരു കൂളിംഗ് സിസ്റ്റം ഉണ്ടാവാനും അതുപോലെ തന്നെ നല്ല ഫ്രഷ് എയർ ലഭിക്കാനും വേണ്ടിയിട്ടാണ്. അങ്ങനെ ഫ്രഷ് എയർ ഇന്ന് അന്യമായിരിക്കുകയാണ്. കാരണം അത്രയധികം മലീമസമായിരിക്കുകയാണ് നമ്മുടെ ലോകം, നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ അറ്റ്മോസ്ഫിയർ. അതായത് വാഹനങ്ങൾ പുറത്തുവിടുന്ന പുകപടലങ്ങൾ എത്രയാണ് നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇരുചക്ര വാഹനങ്ങളിലൊക്കെ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് ഒരു വലിയ ടാങ്കർ ലോറികളുടെയോ അല്ലെങ്കിൽ മറ്റ് ലോറികളുടെയോ ഒക്കെ പിറകിലാണ് പോകുന്നതെങ്കിൽ അവരൊക്കെ ശ്വസിക്കുന്ന വായു, അവരൊക്കെ ഉള്ളിലേക്ക് കയറ്റിവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് എത്രയാണ്. അപ്പോ ഒരുപാട് പൊടിപടലങ്ങളിലൂടെ അല്ലെങ്കിൽ പുകപടലങ്ങളിലൂടെ കടന്നു പോവുകയാണ് നമ്മുടെ. അതുപോലെ തന്നെ ഫാക്ടറികളിൽ നിന്ന് പുറത്തു വരുന്ന വായു, ഇതൊക്കെ ഈ എയറുകളൊക്കെ ഇന്ന് മനുഷ്യരെ മലീമസമാക്കി കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചെറിയ രണ്ട് ഉദാഹരണങ്ങളെ പറയും. ഇതേപോലെ ഒരുപാട് ഫ്രഷ് അല്ലാത്ത എയർ, വായുവാണ് ഇന്ന് മനുഷ്യൻ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ ഏറെക്കുറെ എന്താക്കണം? ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു മേഖലയാണ്. അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധാലുക്കളായിരിക്കണം. അപ്പോ ഈ 5, അതായത് പറഞ്ഞല്ലോ, കൊള്ളുന്ന ചൂടിനെ കുറിച്ച് നമ്മൾ വിലയിരുത്തുന്നത് എന്താണ്? ചൂട്, സൂര്യതാപം. നമുക്കറിയാം പല സന്ദർഭങ്ങളിലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അവര് ചൂട് ഓവറാകുന്ന സമയത്ത്, ഇത്ര ഡിഗ്രിക്ക് മുകളിൽ പോകുന്ന സമയത്ത് അത് മനുഷ്യർക്ക് താങ്ങാൻ പറ്റാത്തതാണ്. അവരുടെ സ്കിന്നുകൾക്ക് ഒരുപാട് ഡാമേജ് ഉണ്ടാക്കാം അല്ലെ, മരണം വരെ സംഭവിക്കാം എന്നൊക്കെ ചൂടിനെ കുറിച്ച് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ശാസ്ത്രജ്ഞന്മാര്, ഭൗമ ശാസ്ത്രജ്ഞന്മാരും ഗോളശാസ്ത്രജ്ഞന്മാരും ഒക്കെ
പ്രഖ്യാപിക്കുന്നത്, നമ്മളെ മുന്നറിയിപ്പോടുകൂടെ നമ്മളെ അറിയിക്കുന്നതൊക്കെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആവശ്യമല്ലാത്ത അല്ലെങ്കിൽ പ്രകൃതി വിധിക്കാത്ത ചൂട് നമ്മൾ കൊള്ളാൻ പാടില്ല എന്നതുകൊണ്ടാണ്. അപ്പൊ ആ കാര്യത്തിലും നമുക്ക് എന്ത് വേണം? നല്ല ശ്രദ്ധ വേണം. അതുപോലെ തന്നെ അപ്പൊ ഭക്ഷണം, വെള്ളം, വായു, അതുപോലെ തന്നെ ചൂട്, അതേപോലെ ശബ്ദം. ഇന്ന് ശബ്ദ മലിനീകരണം കൊണ്ട് മനുഷ്യൻ മലീമസമായിരിക്കും. ഒരുപാട് എന്താ പറയാ ശബ്ദങ്ങള്, ആ ശബ്ദങ്ങളും നമുക്ക് തരുന്ന നല്ല ഫുഡാണ്. അപ്പൊ ഏത് ശബ്ദങ്ങൾ കേൾക്കുന്ന സമയത്ത് അതിൽ നെഗറ്റീവായ ശബ്ദങ്ങളും പോസിറ്റീവായ ശബ്ദങ്ങളും ഉണ്ട്. മനുഷ്യൻ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് കുഞ്ഞു നാള് മുതൽ നമുക്ക് പ്രായമാകുന്നത് വരെ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും ചീത്ത ശബ്ദങ്ങളാണ്. ചീത്ത ശബ്ദങ്ങൾ, അതായത് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ എന്തായിരിക്കണം? നാച്ചുറൽ ആയിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം. നമ്മൾ കേൾക്കുന്നത് കൂടുതലും എന്താ പറയാ വേണ്ടാത്ത വൃത്തികെട്ട കാര്യങ്ങളാണെങ്കിൽ അതൊരു നാച്ചുറൽ ഫുഡല്ല. കേൾക്കുന്ന ശബ്ദവും ഫുഡാണ് എന്ന് പറയാൻ കാരണം അതാണ്. അപ്പൊ നമ്മുടെ മനുഷ്യൻ എന്ന് പറയുന്ന മനുഷ്യന്റെ മനുഷ്യത്വം ഉണ്ടാവണമെങ്കിലും ആ മനുഷ്യന്റെ മനസ്സ് ക്ലിയർ ആവണമെങ്കിലും കേൾക്കുന്ന ശബ്ദമൊക്കെ എന്തായിരിക്കണം? നല്ല നാച്ചുറൽ ഫുഡായിരിക്കണം, പോസിറ്റീവായ സൗണ്ട്സ് ആയിരിക്കണം, പോസിറ്റീവായ ശബ്ദങ്ങളായിരിക്കണം മനുഷ്യൻ കേൾക്കുന്നത്. അപ്പൊ നെഗറ്റീവ് കൂടുതൽ കേട്ടാൽ മനുഷ്യന്റെ മനസ്സ് മലീമസമായി പോകും. ഓക്കെ, അപ്പൊ ഈ 5 അന്നങ്ങളുടെ ക്വാളിറ്റിയാണ് അച്ഛനിലെ ബീജത്തിന്റെ ക്വാളിറ്റി. അപ്പൊ ഒരച്ഛൻ കഴിക്കുന്ന ഭക്ഷണം നന്നാവണം, ഒരച്ഛൻ കുടിക്കുന്ന വെള്ളം നന്നാവണം, ഒരച്ഛൻ ശ്വസിക്കുന്ന വായു നന്നാവണം, ഒരച്ഛൻ കൊള്ളുന്ന ചൂട് നന്നാവണം, ഒരച്ഛൻ കേൾക്കുന്ന ശബ്ദവും എന്താവണം? നന്നാവണം. എന്നാലാണ് അച്ഛന്റെ ബീജത്തിന്റെ ക്വാളിറ്റി മെച്ചപ്പെടുള്ളൂ. അപ്പൊ അച്ഛന്റെ ബീജത്തിന്റെ ക്വാളിറ്റിയാണ് ഈ പഞ്ചഭൂതങ്ങൾ, അതായത് ആകാശം, ഭൂമി, വായു, വെള്ളം, ഭക്ഷണം, അല്ലെ, അഗ്നി. ഈ പറയുന്ന 5 പഞ്ചഭൂതങ്ങളും മനുഷ്യന്റെ അല്ലെങ്കിൽ അച്ഛനിലെ ബീജത്തിന്റെ ക്വാളിറ്റിയാണ്. അതേപോലെ ഈ 5 അന്നങ്ങളുടെ ക്വാളിറ്റിയാണ് അമ്മയിലെ അണ്ടത്തിന്റെ ക്വാളിറ്റി. അച്ഛനിലെ ബീജത്തിന്റെ ക്വാളിറ്റി പോലെ തന്നെ അമ്മയും കഴിക്കുന്ന ഭക്ഷണം നന്നാവണം, കുടിക്കുന്ന വെള്ളം നന്നാവണം, ശ്വസിക്കുന്ന വായു നന്നാവണം, കേൾക്കുന്ന ശബ്ദം നന്നാവണം, അതുപോലെ തന്നെ കൊള്ളുന്ന ചൂടും നന്നാവണം. അപ്പൊ അച്ഛനിലെ ക്വാളിറ്റിയും അമ്മയിലെ ക്വാളിറ്റിയുമാണ്, അതായത് അച്ഛന്റെ ബീജത്തിന്റെ ക്വാളിറ്റിയും അമ്മയുടെ അണ്ടത്തിന്റെ ക്വാളിറ്റിയുമാണ് ഈ പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞിന്റെയും ക്വാളിറ്റി. അപ്പൊ അച്ഛനും അമ്മയും എത്രത്തോളം പഞ്ചഭൂതങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നുവോ അതിനനുസരിച്ച് മനോഹരമായ ഒരു കുഞ്ഞിനെ ആ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും ലഭിക്കും എന്നതാണ് ഈ പഠനം പറയുന്നത്. അതുകൊണ്ട് ഈ അന്നമയ കോശം, മനോമയ കോശം എന്നാണ്. അന്നമയ കോശം, മനോമയ കോശം. നമ്മൾ കഴിക്കുന്ന ഫുഡ് മെച്ചപ്പെടുത്തി നാച്ചുറൽ ഫുഡ് കഴിച്ച് നമ്മുടെ അന്നം നന്നാക്കുമ്പോഴാണ് നമ്മുടെ മനസ്സ് നന്നാവുക. നിങ്ങൾ ആലോചിക്കുക, കഴിക്കുന്ന ഭക്ഷണത്തിന് നമ്മുടെ മനസ്സിനെ നന്നാക്കാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി പോലും ഉണ്ട്, ഉത്തരവാദിത്വം പോലും ഉണ്ട്. അപ്പൊ കഴിക്കുന്ന ഭക്ഷണത്തെ ബേസ് ചെയ്താണ് ശരിക്കും എന്ത് വരുന്നത്? കഴിക്കുന്ന ഭക്ഷണത്തെ ബേസ് ചെയ്താണ് എന്ത് വരിക? മനസ്സിന്റെ ക്ലാരിറ്റി വരിക. അപ്പൊ ഒരു മനുഷ്യന്റെ മനസ്സ് നന്നാവണമെങ്കിൽ അവൻ കഴിക്കുന്ന ഫുഡ് എന്തായിരിക്കണം? നന്നായിരിക്കണം. ഇതൊക്കെ നമുക്ക് പകൽ വെളിച്ചം പോലെ നമുക്കറിയാം. ഇപ്പൊ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ നാച്ചുറൽ ഫുഡാണോ കഴിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അൺനാച്ചുറൽ ഫുഡാണോ കഴിച്ചുകൊണ്ടിരിക്കുന്നത്? ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ അൺനാച്ചുറൽ ഫുഡ് കഴിക്കുന്നത് കൊണ്ടാണ് അവർ അക്രമാസക്തരാകുന്നത്, അവര് മാതാപിതാക്കളെ കൊല്ലുന്നത്, അവര് സ്വന്തം ഭാര്യമാരെ കൊല്ലുന്നത്, അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഭാര്യമാര് ഭർത്താക്കന്മാരെ കൊല്ലുന്നത്, മക്കളെ കൊല്ലുന്നതൊക്കെ ഈ അക്രമവാസന വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അവൻ കഴിക്കുന്ന ഫുഡ് അൺനാച്ചുറൽ ഫുഡാണ്, പ്രകൃതി വിധിക്കാത്ത ഭക്ഷണമാണ്. ലഹരി അടങ്ങിയ ഭക്ഷണം കഴിക്കുമ്പോൾ അവന്റെ മനസ്സ് മരവിക്കുന്നു. അപ്പോ മനുഷ്യൻ നന്നാവണമെങ്കിൽ മനസ്സ് നന്നാവണം, മനസ്സ് നന്നാവണമെങ്കിൽ അന്നം നന്നാവണം. അതാ ഞാൻ പറഞ്ഞു വന്നത്. മനുഷ്യൻ നന്നാവണമെങ്കിൽ മനസ്സ് നന്നാവണം, മനസ്സ് നന്നാവണമെങ്കിൽ അന്നം നന്നാവണം. കഴിക്കുന്ന ഭക്ഷണം, കുടിക്കുന്ന വെള്ളം, കൊള്ളുന്ന ചൂട്, ശ്വസിക്കുന്ന വായു, കേൾക്കുന്ന ശബ്ദം, ഇത് നന്നാവുമ്പോഴാണ് മനുഷ്യൻ നന്നാവുക. അപ്പൊ മനുഷ്യൻ മനുഷ്യത്വമുള്ളവനായി മാറും ആ സമയത്താണ്. അപ്പോ
രോഗകാരണങ്ങൾ തടയാൻ അന്നം നന്നാക്കണം എന്നാണ് ഇത്രയും നിറഞ്ഞ പദം. അതായത് അന്നമയ കോശം, മനോമയ കോശം. അന്നം നന്നാക്കി കോശങ്ങളെ, സെൽസുകളെ നന്നാക്കി കഴിഞ്ഞാല് അതിലൂടെ നമുക്ക് മനസ്സിനെ നന്നാക്കാം, മനസ്സിന്റെ കോശങ്ങളെ നന്നാക്കാൻ വേണ്ടി സാധിക്കും. ഇനി രണ്ടാമത്തെ രോഗകാരണം. അപ്പൊ ഒന്ന് അൺനാച്ചുറൽ ഫുഡ്, പ്രകൃതി വിധിക്കാത്ത ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടാണ് രോഗങ്ങൾ വരുന്നത്. സെക്കൻഡ്, രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് വിഷമയമായ അന്നം കഴിക്കുന്നത് ഒഴിവാക്കണം. വിഷമയമായ അന്നം കഴിക്കുന്നത് ഒഴിവാക്കണം. ഇവിടെയൊക്കെയാണ് നമ്മുടെ വെൽനസ് ഉൽപ്പന്നങ്ങളുടെ പ്രസക്തി വർദ്ധിക്കുന്നത്, അല്ലെ? ഒരുപാട് ഉൽപ്പന്നങ്ങൾ, നമ്മുടെ സ്പൈറലിന ഗോൾഡ്, നമ്മുടെ 95 ജ്യൂസ്, അല്ലെ? ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട്, അതിലേക്ക് ഞാൻ വരാം. ഇങ്ങനെ ഒരുപാട് വെൽനസ് ഉൽപ്പന്നങ്ങളുടെ പ്രസക്തി വർദ്ധിക്കുന്നത് ഇവിടെയാണ്. അപ്പോ നമ്മൾ ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ വിഷമയമാണ്, വിഷലിപ്തമാണ്. അതായത് സകലം വിഷലിപ്തമായ അന്നങ്ങളാണ്, ഉൽപ്പന്നങ്ങളാണ്. കഴിക്കുന്നതും ഉപയോഗിക്കുന്നതും രണ്ടും വിഷലിപ്തമാണ്, അല്ലേ? അരി വൈറ്റ് പോയിസൺ ആണ്. അരി എന്താണ്? വൈറ്റ് പോയിസൺ ആണ്, വിഷമാണ്. ഉപ്പ് വൈറ്റ് പോയിസൺ ആണ്, ഉപ്പ് വൈറ്റ് പോയിസൺ ആണ്. മൈദ വൈറ്റ് പോയിസൺ ആണ്, അല്ലേ? അതേപോലെ തന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, അല്ലേ? ഇതൊക്കെ ഇന്നെന്താണ്? വിഷമയമാണ്. അതിലൊക്കെ ചേർക്കപ്പെടുന്നത് എന്തൊക്കെയോ ആണ്. ആളുകൾ ലാഭമുണ്ടാക്കുന്നതിന് വേണ്ടി അവരുടെ വ്യവസായം, അവരുടെ കച്ചവടം, അല്ലേ, വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അതിലൊക്കെ ആഡ് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ പലതവണ പല ഫാക്ടറികളിൽ ചെക്ക് ചെയ്യപ്പെടുന്ന ആളുകൾ, ഇൻസ്പെക്ടർമാര് പിടിച്ചിട്ടുള്ളതും അത് മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞിട്ടുള്ളതുമാണ്. അതിന്റെ ഡീറ്റെയിൽസിലൊക്കെ ഒന്നും ഞാൻ പോണില്ല. അതുകൊണ്ട് നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്ന മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഏതായിരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളായിരിക്കണം. അത് പണം നോക്കിയാവാൻ പാടില്ല, അല്ലേ? നമ്മുടെ MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ആഹാർ എന്ന് പറയുന്ന ബ്രാൻഡിലൂടെ ഇന്ന് നമുക്ക് മല്ലിപ്പൊടി പുറത്തിറക്കിയിട്ടുണ്ട്, മുളക് പൊടി പുറത്തിറക്കിയിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി പുറത്തിറക്കിയിട്ടുണ്ട്, ഹിമാലയൻ പിങ്ക് സാൾട്ട് പുറത്തു വന്നിട്ടുണ്ട്, അല്ലേ? ഇതൊക്കെ നമ്മുടെ മനസ്സിനെ നന്നാക്കാൻ, മനുഷ്യന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കൂടിയിട്ടാണ്. കാരണം ഇതിലൊന്നും മായമില്ലാത്ത മല്ലിപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഒക്കെ കിട്ടണമെങ്കിൽ കുറച്ച് പൈസ അധികം കൊടുക്കേണ്ടി വരും. അത് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമാണെന്ന് ചിന്തിച്ച് നമ്മൾ അത്തരത്തിലുള്ള നല്ല ഫുഡുകൾ വാങ്ങി ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവണം. ഇതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ വിഷമയമാണ്. ഇനി, അല്ലേ, വെജിറ്റബിൾസ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും മത്സ്യമാണെങ്കിലും മാംസമാണെങ്കിലും ഇതൊക്കെ നമ്മൾ എന്ത് ധൈര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് കഴിക്കുന്നത്? കാരണം ഇവിടെയൊക്കെ സൂക്ഷിക്കപ്പെടുന്നു. പലതും വേസ്റ്റ് വരുമ്പോൾ, ബാലൻസ് വരുമ്പോൾ സൂക്ഷിക്കപ്പെടുന്നു, ദിവസങ്ങളോളം സൂക്ഷിക്കപ്പെടുന്നു. ആ സൂക്ഷിക്കപ്പെടുന്നത് കേടുവരാതിരിക്കാൻ വേണ്ടി അതിലൊക്കെ ഒരു വിഷലിപ്തമായ സംഭവങ്ങൾ, ഇൻഗ്രീഡിയൻസ് ചേർക്കപ്പെടുന്നു. അപ്പൊ ഇതൊക്കെ മനുഷ്യരെയാണ്, മനുഷ്യരുടെ ആരോഗ്യത്തെയാണ് ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ റഫീഖ് സാറിന്റെ പിറകുവശം ഞാൻ കാണുന്നുണ്ട്, അല്ലേ? ഒരുപാട് വെൽനസ് ഉൽപ്പന്നങ്ങൾ ഇതങ്ങനെ അട്ടിക്കിട്ട് വെച്ചിരിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആ ഉൽപ്പന്നങ്ങളുടെ പ്രസക്തി നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഇതൊക്കെ ചുവന്ന ബോട്ടിൽ എന്നതിലപ്പുറം, എന്നതിലുപരി അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം, നമ്മൾ പഠിക്കണം. ഇന്ന് ഞാൻ പറഞ്ഞ അൺനാച്ചുറൽ ഫുഡല്ല ആ പിറകുവശത്തിരിക്കുന്നത്, അതാണ് നാച്ചുറൽ ഫുഡ്. പ്രകൃതി വിധിച്ച ഭക്ഷണമാണ് റഫീഖ് സാറിന്റെ പിറകുവശത്തൊക്കെ കാണുന്നത്. അതുകൊണ്ട് അതിലേക്കാണ് നമ്മൾ മടങ്ങേണ്ടത്. കാലം എന്താ പറയാ, രോഗാവൃതമായിരിക്കുക, മലീമസമായിരിക്കുക, നമ്മുടെ ആരോഗ്യം തകർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനി തലമുറകളുടെ ആരോഗ്യമെങ്കിലും സംരക്ഷിക്കണമെങ്കിൽ മനുഷ്യരുടെ ആയുസ് ഗണ്യമായി കുറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലേ? 1000 കൊല്ലം ജീവിച്ച 1000-ത്തിലധികം കൊല്ലം ജീവിച്ച പ്രവാചകന്മാരുണ്ട്, 1000 കൊല്ലം ജീവിച്ച ആളുകളുണ്ട്. അതൊക്കെ കഴിഞ്ഞ് 400 വർഷം വരെ ജീവിച്ച മനുഷ്യരുണ്ട്, അല്ലെ? ത്രേതായുഗവും താപരയുഗവും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കരിയുഗവും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്കൂളിൽ. അപ്പൊ അത് കഴിഞ്ഞ് 300 വർഷമായി കുറഞ്ഞു ആയുസ്. അത് കഴിഞ്ഞ് പിന്നെ 200 വർഷമായി കുറഞ്ഞു. പിന്നെ 100ലേക്ക് വന്നു കരിയുഗം. കരിയുഗം എന്ന് പറയുന്നത് 100 വർഷം. ഇന്ന് 100 തികക്കാൻ മനുഷ്യന് സാധിക്കുന്നില്ല. 50-ന് മുന്നേ അടിച്ചു പോവാണ്, അല്ലെ? മരണപ്പെട്ടു പോവുകയാണ്. ആരോഗ്യം ദ്രസിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആരോഗ്യത്തെ വീണ്ടെടുക്കണമെങ്കിൽ വെൽനസ് ഉൽപ്പന്നങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കണം. മറ്റുള്ളതൊന്നും ഇപ്പൊ നമുക്ക് അത്ര ലഭ്യമല്ല. ഞാൻ പറഞ്ഞു വന്നത് ഫ്രൂട്ട്സുകൾ, വെജിറ്റബിൾസുകൾ ഒക്കെ നമുക്ക് ആവശ്യമാണ്. അതേപോലെ തന്നെ വെൽനസ് ഉൽപ്പന്നങ്ങൾക്ക്
നമ്മൾ മുൻഗണന കൊടുക്കണം. അതാണ് റഫീഖ് സാറിന്റെ പ്രകോപനത്തിൽ കാണുന്ന ഉൽപ്പന്നങ്ങൾ, വെൽനസ് ഉൽപ്പന്നങ്ങൾ. ആ വെൽനസ് ഉൽപ്പന്നങ്ങൾ നാച്ചുറൽ ഉൽപ്പന്നങ്ങളാണ്, ഫുഡ് സപ്ലിമെന്റുകളാണ്. ഇതൊന്നും മെഡിസിൻ കാറ്റഗറിയിൽ പെടുന്നതല്ല, മരുന്നിന്റെ കാറ്റഗറിയിൽ പെടുന്നതല്ല. ഇതൊക്കെ ഫുഡ് പോലെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ആവശ്യങ്ങളും കാരണങ്ങളും ഒക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഇനി മൂന്നാമത്തെ കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞത്, മലീമസമായ വിഷലിപ്തമായ ഭക്ഷണം നമ്മൾ എന്ത് ചെയ്യണം, ഒഴിവാക്കണം. എന്നിട്ട് നല്ല ഭക്ഷണത്തിലേക്ക് നമ്മൾ കടന്നു വരണം. രോഗങ്ങൾ തടയാൻ അതേ മാർഗമുള്ളൂ. രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം, ട്രേസ് എലമെന്റ്സിന്റെ അഭാവം പരിഹരിക്കണം. ട്രേസ് എലമെന്റ്സിന്റെ അഭാവം പരിഹരിക്കണം. എന്താ ട്രേസ് എലമെന്റ്സ് എന്നാൽ? സൂക്ഷ്മ മൂലകങ്ങൾ അല്ലെ? നമ്മൾ ചെടികൾക്കൊക്കെയാണ് ഇത് പഠിച്ചിട്ടുണ്ടാവും, മണ്ണിനൊക്കെയാണ് നമ്മൾ സൂക്ഷ്മ മൂലകങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പ്രിയപ്പെട്ടവരെ, അങ്ങനെയല്ല. മണ്ണിന് ഇത് ആവശ്യമാണ്, ചെടികൾക്ക് ഇത് ആവശ്യമാണ്. അതേപോലെ തന്നെ മനുഷ്യർക്കും സൂക്ഷ്മ മൂലകങ്ങൾ വേണം. ഒരു ആരോഗ്യമുള്ള ശരീരത്തിന് 100-ലധികം ട്രേസ് എലമെന്റ്സ് വേണമെന്നാണ്. ഒരാരോഗ്യമുള്ള ശരീരത്തിന്, ഹെൽത്തിയായ ബോഡിക്ക് 100-ലധികം ട്രേസ് എലമെന്റ്സ്, സൂക്ഷ്മ മൂലകങ്ങൾ വേണം. 100-ലധികം സൂക്ഷ്മ മൂലകങ്ങൾ വേണം. ആ സൂക്ഷ്മ മൂലകങ്ങളിൽ ഏറ്റവും യുണീക്ക് ആയിട്ടുള്ളതാണ് ഏത്? ഐഡിൻ എന്ന് പറയുന്ന സൂക്ഷ്മ മൂലകം. ഐഡിൻ. ഈ ഐഡിൻ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാകുന്നത്. അതായത് പ്രതിരോധ ശേഷി. വൈറസുകൾ വന്നാലും ഫംഗസുകൾ വന്നാലും മറ്റ് എന്താ പറയാ ജീവിതശൈലി രോഗങ്ങൾ വന്നാലും ഒക്കെ നമുക്ക് തടയിടാൻ, ഒരു പരിചയമായിട്ട് മാറാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ട്രേസ് എലമെന്റ് ആണ് ഐഡിൻ എന്ന് പറയുന്ന ട്രേസ് എലമെന്റ്. അപ്പൊ അതുണ്ടാവണം. അപ്പൊ ഐഡിൻ കൂടാൻ ധാരാളം ട്രേസ് എലമെന്റ്സ് ഉള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കണം. ഐഡിൻ കൂടാൻ വേണ്ടി ധാരാളം ട്രേസ് എലമെന്റ്സ് ഉള്ള ഭക്ഷണം കഴിക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ കഴിക്കാൻ പറ്റുന്ന, ഐഡിൻ കണ്ടന്റ് കൂടാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഭക്ഷണമാണ്, ഒരു സൂപ്പർ ഫുഡാണ് നമ്മുടെ സ്പൈറുല ഗോൾഡ്. നമുക്കറിയാം, റഫീഖ് സാറിന് തൊട്ട് പിറകിൽ ഞാൻ കാണുന്നത് സ്പൈറുല ഗോൾഡ്. ആ സ്പൈറുല ഗോൾഡ് എന്ന് പറയുന്നത് സൂപ്പർ ഫുഡാണ്, കടൽ പായലാണ്. നമുക്കറിയാലേ, എന്താ ഈ കടൽ പായൽ ഒരു സൂപ്പർ ഫുഡായി മാറുന്നതിന്റെ കാരണം? ഏറ്റവും കൂടുതൽ ട്രേസ് എലമെന്റ്സ് ഉള്ള സൂക്ഷ്മ മൂലകങ്ങളുള്ള വെള്ളമാണ് ഏത് വെള്ളം? കടലിലെ വെള്ളം. കടലിലെ പായൽ, കടലിലെ ഉപ്പ്, കടലിലെ ചെളി, ഇതൊക്കെ എന്താണ്? ഏറ്റവും കൂടുതൽ ട്രേസ് എലമെന്റ്സ് ഉള്ളതാണ്, സൂക്ഷ്മ മൂലകങ്ങളുള്ളതാണ്. അപ്പൊ ആ കടൽ പായലിൽ നിന്നാണ് എന്തുണ്ടാക്കുന്നത്? നമ്മുടെ സ്പൈറുല ഗോൾഡ് ഉണ്ടാക്കുന്നത് ആ കടൽ പായലിൽ നിന്നാണ്. അതുകൊണ്ട് അതൊരു സൂപ്പർ ഫുഡായിട്ട് മാറും. നമ്മുടെ ഐഡിൻ കണ്ടന്റ് കൂട്ടാൻ, ഇപ്പൊ ഞാൻ പറഞ്ഞ മനുഷ്യ ശരീരത്തിൽ 100-ലധികം ട്രേസ് എലമെന്റ്സ്, സൂക്ഷ്മ മൂലകങ്ങൾ വേണമെങ്കിൽ അതിൽ ഏറ്റവും യുണീക്ക് ആയിട്ടുള്ള ഒരു ട്രേസ് എലമെന്റ് ആണ്, സൂക്ഷ്മ മൂലകമാണ് ഐഡിൻ. ആ ഐഡിൻ കണ്ടന്റ് കൂട്ടാൻ ഏറ്റവും സൂപ്പർ ഫുഡാണ് ഏത്? നമ്മുടെ സ്പൈറുല ഗോൾഡ്. ചിന്തിക്കുക. അപ്പൊ നമ്മുടെ വെൽനസ് ഉൽപ്പന്നങ്ങളുടെ പ്രസക്തിയാണ് ഞാൻ പറയുന്നത്. രോഗകാരണങ്ങൾ തടയാൻ, രോഗങ്ങൾ വരാതിരിക്കാൻ നമ്മൾ കഴിക്കേണ്ട ഒക്കെ പ്രിവെൻഷനാണ്. നമ്മുടെ ഉൽപ്പന്നങ്ങളൊക്കെ രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി കഴിക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. രോഗിയായതിനു ശേഷം കഴിക്കാനുള്ളതല്ല, രോഗം വരാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ട ഉൽപ്പന്നങ്ങളാണ്. അപ്പൊ അത്തരത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? കടന്നു വരണം. ഓക്കെ. അപ്പൊ ഐഡിൻ ഡെഫിഷ്യൻസി വന്നാൽ ഞാൻ ഈ പറഞ്ഞ ഐഡിന്റെ കണ്ടന്റ്, ഐഡിൻ എന്ന് പറയുന്ന സൂക്ഷ്മ മൂലകം ശരീരത്തിൽ കുറഞ്ഞാൽ എന്തുവരും? തൈറോയിഡ് വരും, ഹോർമോൺ ഇൻബാലൻസ് വരും, ബുദ്ധിമാന്ദ്യം വരും. ക്യാൻസറിന്റെ കാരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് ഈ പറയുന്ന ട്രേസ് എലമെന്റിന്റെ അഭാവമാണ്, ഐഡിൻ കണ്ടന്റിന്റെ അഭാവമാണ് ക്യാൻസർ വരാനുള്ള കാരണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പോ ഐഡിൻ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ വരും. തൈറോയിഡ് വരും, ഹോർമോൺ ഇൻബാലൻസ് വരും, ബുദ്ധിമാന്ദ്യം വരും. ക്യാൻസറിന്റെ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ്. കൊളസ്ട്രോൾ വരും. കൊളസ്ട്രോൾ വന്നാല് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ശരീരം മൊത്തം വേദനയായിരിക്കും കൊളസ്ട്രോൾ വന്നാൽ. കൊളസ്ട്രോൾ കൂടിയാൽ ആവശ്യത്തിന് വേണം, ആവശ്യത്തിൽ കൂടുമ്പോഴാണ് ഞാൻ ഈ പറയുന്നത്. ആവശ്യത്തിൽ കൂടിക്കഴിഞ്ഞാൽ ശരീരം മൊത്തം പെയിൻ ആയിരിക്കും, വേദനയായിരിക്കും. അതുപോലെ തന്നെ ശരീരം ചൊറിയും, വല്ലാതെ ചൊറിയും. അതുപോലെ തന്നെ എന്തുവരും? ചൂടിന്റെ ആധിക്യം വരും. ചൂട് കൂടും, ശരീരത്തിൽ ചൂട് കൂടും, സഞ്ചാരം കൊള്ളും നമ്മള് കൊളസ്ട്രോൾ കൂടിയാൽ. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണമാണ് ഞാൻ പറഞ്ഞത്
അയഡിൻ ഡെഫിഷ്യൻസിയാണ്. ഈ സൂക്ഷ്മ മൂലകത്തിന്റെ കുറവാണ്, അഭാവമാണ്. അത് പരിഹരിക്കണം. അതേപോലെ തന്നെ ഇതുപോലെയുള്ള 100-ലധികം ട്രേസ് എലമെന്റ്സ് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറിന് അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ കടൽ കക്കയിലും ചെളിയിലും പായലിലും വെള്ളത്തിലും ധാരാളം എന്തുണ്ട്? ട്രേസ് എലമെന്റ്സ് ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ സ്പൈറലാ ഗോൾഡിന് ഏറ്റവും പ്രസക്തിയുണ്ട്, പ്രാധാന്യമുണ്ട്. അതെല്ലാവരും വാങ്ങി കഴിക്കണം. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ തലച്ചോറാണ് ഒന്നാമത്തെ ബ്രെയിനെങ്കിൽ നമ്മുടെ ആമാശയമാണ് രണ്ടാമത്തെ ബ്രെയിന്. തലച്ചോറാണല്ലോ ഒന്നാമത്തെ ബ്രെയിൻ, എന്നാൽ രണ്ടാമത്തെ ബ്രെയിന് നമ്മുടെ ആമാശയാണ്. ആ ആമാശയത്തിലേക്ക് നമ്മൾ അമിതമായ ഭക്ഷണം കയറ്റിവിടാൻ പാടില്ല, വിഷലിപ്തമായ ഭക്ഷണങ്ങൾ കയറ്റിവിടാൻ പാടില്ല. ഇനി അഥവാ അങ്ങനെ വല്ലപ്പോഴും സംഭവിച്ചാൽ അതിനെ ലഘൂകരിക്കുന്ന, നിർവീര്യമാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ ശരീരം നമ്മൾ ക്ലിയർ ചെയ്യും, നമ്മുടെ ആമാശയം നമ്മൾ ക്ലിയർ ചെയ്യും, അല്ലെ? ഇന്ന് ഏറ്റവും കൂടുതൽ മലബന്ധം എന്ന് പറയുന്ന പ്രതിബന്ധം വരുന്നതുകൊണ്ടാ ഈ ഭക്ഷണ നിയന്ത്രണത്തിന്റെ അഭാവമാണ്. അത് മറ്റൊരു സബ്ജക്റ്റാണ്. ഞാൻ അടുത്ത പ്രാവശ്യം വരുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുന്നുണ്ടാവും. അത് വേറെ നമ്മുടെ മലബന്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഫിസ്റ്റുല, പൈൽസ്, അല്ലേ, അതേപോലെ തന്നെ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാം. ഏതായാലും ഒരുപാട് വിഷയങ്ങൾ ഇങ്ങനെയുള്ള. പിന്നെ മറ്റൊരു കാരണം, രോഗം വരാനുള്ള കാരണം പ്രോട്ടീൻ ഡെഫിഷ്യൻസിയാണ്. പ്രോട്ടീന്റെ അഭാവം, പ്രോട്ടീൻ കുറയുക. ശരീരത്തിൽ പ്രോട്ടീൻ കുറഞ്ഞാലും ഒരുപാട് എന്തുവരും? രോഗങ്ങൾ കടന്നു വരും. അപ്പൊ അതിൽ നമ്മൾ അനിമൽ പ്രോട്ടീൻ ഉണ്ട്, പ്ലാന്റ് പ്രോട്ടീൻ ഉണ്ട്, അല്ലെ? അനിമൽ പ്രോട്ടീൻസ് ആണ് നമ്മുടെ പാല്, മുട്ട, മത്സ്യം, മാംസം. ഇതൊക്കെ അനിമൽ പ്രോട്ടീൻസ് ആണ്, മൃഗങ്ങളിൽ നിന്നുള്ള പ്രോട്ടീൻസ്. രണ്ടാമത് പ്ലാന്റ് പ്രോട്ടീൻ, സസ്യങ്ങളിൽ നിന്നുള്ള പ്രോട്ടീൻസ് ആണ് ചെറുപയർ, കടല, ഗ്രീൻ പീസ്, സോയ. ഇതൊക്കെ സസ്യങ്ങളിൽ നിന്നുള്ള പ്രോട്ടീനാണ്. പക്ഷെ ഇതൊക്കെ പ്രോട്ടീനാണെന്ന് വിചാരിച്ചിട്ട് അമിതമായിട്ട് പ്രോട്ടീൻ കഴിക്കാൻ പാടില്ല, അല്ലെ? മത്സ്യം അമിതമാവാൻ പാടില്ല, മാംസം അമിതമാവാൻ പാടില്ല. ചില ആളുകൾ ബീഫൊന്നും കിട്ടിയാൽ വിടൂല, അല്ലെ? വാരി വലിച്ചു കഴിക്കും. അപ്പം പ്രോട്ടീനാണ് എന്ന് വിചാരിച്ച് അമിതമാവാൻ പാടില്ല, നിയന്ത്രണം വേണം. പ്രോട്ടീന്റെ അളവ് കൂടിയാൽ എന്താ സംഭവിക്കുക? പ്രോട്ടീൻ ശരീരത്തിന് ആവശ്യമാണ്, രോഗം വരാതിരിക്കാൻ ആവശ്യമാണ്. പക്ഷെ പ്രോട്ടീന്റെ അളവ് ഡെഫിഷ്യൻസി വന്നാൽ, അല്ലേ, അഭാവം വന്നു കഴിഞ്ഞാൽ ഒരുപാട് രോഗങ്ങൾ വരും. എന്നാൽ പ്രോട്ടീൻ കൂടിയാലോ അത് ഫാറ്റായി മാറും. പ്രോട്ടീൻ കൂടിയാൽ അത് ഫാറ്റായി മാറും, കൊഴുപ്പായി മാറും. ഫാറ്റ് വർദ്ധിച്ചാൽ അസിഡിറ്റി വർദ്ധിക്കും. ഫാറ്റ് വർദ്ധിച്ചാൽ അസിഡിറ്റി വർദ്ധിക്കും. അസിഡിറ്റി എന്ന് പറയുന്നത് എന്താ? നമുക്ക് നെഞ്ചരിച്ചിൽ വരിക, പുളിച്ചു തകട്ടൽ വരിക, ഗ്യാസ് വരിക. ഇതാണ് അസിഡിറ്റി. അപ്പൊ അസിഡിറ്റി വന്നു കഴിഞ്ഞാൽ ഈ അസിഡിറ്റി എന്ന് പറയുന്നത് 99% രോഗങ്ങൾക്കും കാരണമാണ്. 99% രോഗങ്ങളും മനുഷ്യ ശരീരത്തിൽ വരാനുള്ള കാരണം അസിഡിറ്റിയാണ്. അസിഡിറ്റി വരുന്ന എന്തിലൂടെയാണ്? പ്രോട്ടീന്റെ അളവ് കൂടിയിട്ടാണ്. പ്രോട്ടീൻ കൂടുതൽ കഴിക്കാൻ പാടില്ല. ഇപ്പൊ മാംസം, ഞാൻ പറഞ്ഞില്ലേ, മാംസമൊക്കെ നമ്മൾ നിയന്ത്രണ വിധേയമാക്കണം. ഒരുപാട് കഴിക്കരുത്, ആവശ്യത്തിന് കഴിക്കുക. ഇനി ഒരു ദിവസം എങ്ങാനും കൂടുതൽ കഴിച്ചു പോയി എന്ന് തോന്നുകയാണെങ്കിൽ, നമ്മുടെ മനസ്സിന് തോന്നുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ നിയന്ത്രണ വിധേയമാക്കുക വേണം. അതായത് ആൽക്കലൈൻ ആക്കണം. അസിഡിറ്റിയെ ആൽക്കലൈൻ ആക്കാനാണ് നമ്മൾ കക്കരി കഴിക്കുന്നത്, കുക്കുംബർ കഴിക്കുന്നത്, സലാഡ് കഴിക്കുന്നത്. ഇതൊക്കെ നമ്മൾ അതിനെ നിർവീര്യമാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഭക്ഷണം കഴിച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെയുള്ള സലാഡോ കുക്കുംബറോ ഒക്കെ കഴിച്ച് ആ അസിഡിറ്റിയെ നമ്മൾ എന്താക്കണം? നിർവീര്യമാക്കണം, ആൽക്കലൈൻ ആക്കണം. അപ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ രോഗം വരാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുക. ഓക്കെ, അപ്പൊ അത് 99% കാര്യങ്ങളിൽ രോഗങ്ങൾക്കും കാരണമാകും. അതുപോലെ തന്നെ മറ്റൊരു രോഗ കാരണമാണ് വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി, കാൽസ്യക്കുറവ്. വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി, കാൽസ്യക്കുറവ് വരും. ആ കാൽസ്യക്കുറവ് പരിഹരിക്കാനാണ് നമ്മളതിൽ എന്തൊക്കെ ഉള്ളത്? നമ്മളത് എന്തൊക്കെ പ്രൊഡക്റ്റ് ഉണ്ട്? നമുക്ക് മുരിങ്ങ ക്യാപ്സൂൾ ഉണ്ട്, നമുക്ക് വൈറ്റമിൻ സി ക്യാപ്സൂൾ ഉണ്ട്, നമുക്ക് നാക്സ്യം ഉണ്ട്. ഇതൊക്കെ നോക്ക് നിങ്ങൾ, ഇതൊക്കെ വെൽനസ് ഉൽപ്പന്നങ്ങളാണ്, നാച്ചുറൽ ഫുഡാണ്. ഇത് കഴിച്ചിട്ട് നമ്മുടെ വൈറ്റമിൻ സി, മുഖത്ത് പാടുകൾ വരിക, എല്ലുകൾക്ക് തൈമാനം വരിക, നഖങ്ങൾക്ക് ഇതൊക്കെ ഇനാമിൽ, പല്ലുകൾക്കും നഖങ്ങൾക്കൊക്കെ ഇനാമിൽ നഷ്ടപ്പെടുക. ഇതൊക്കെ വൈറ്റമിൻ സിയുടെ അഭാവമാണ്, വൈറ്റമിൻ സിയുടെ അഭാവമാണ്. അതുകൊണ്ട് വൈറ്റമിൻ സിയും വൈറ്റമിൻ ഡിയും ഇതൊക്കെ ശരീരത്തിന് ആവശ്യമാണ്. ആ വൈറ്റമിൻ സി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെല്ലിക്ക കഴിക്കുന്നത്, നമ്മൾ പേരക്ക കഴിക്കുന്നത്, നമ്മൾ നാരങ്ങ കഴിക്കുന്നത്. ഇതൊക്കെ വൈറ്റമിൻ സിയുടെ കലവറയാണ്. നെല്ലിക്കയും പേരക്കയും നാരങ്ങയും
ഒക്കെ വൈറ്റമിൻ സിയുടെ കലവറയാണ്. അതൊക്കെ നമുക്ക് കൂടുതൽ കിട്ടാൻ ചിലപ്പോൾ പ്രയാസമായിരിക്കും, നമ്മൾ ആവശ്യത്തിന് കിട്ടാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ കമ്പനി ഓണാനോണിലൂടെയും എലമെന്റ്സിലൂടെയും ഒക്കെ എന്തിറക്കിയിരിക്കുന്നത്? വൈറ്റമിൻ സി ക്യാപ്സൂള്, നാൽസ്യം ക്യാപ്സൂള്, മുരിങ്ങ ക്യാപ്സൂള്, ഇതൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നവരായിട്ട് നമ്മൾ മാറും. ക്ലിയർ? ഇനി എല്ലാത്തിന്റെയും കലവറയാണ് ദ കിങ് ഓഫ് പ്രൊഡക്റ്റുകളുടെ രാജാവ് എന്നറിയപ്പെടുന്നതാണ് നമ്മുടെ 9E5 ജ്യൂസ്. 13 ബെറിപ്പഴങ്ങളും അംല, അലോവര, നോനി, ഇങ്ങനെ 16 ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള നമ്മുടെ 9E5 ജ്യൂസ്. ഇതൊക്കെ വാങ്ങി കഴിക്കണം കൂട്ടരെ, ഇതൊക്കെ വാങ്ങി കഴിക്കണം. കാരണം ഇതൊന്നും പൈസ വിചാരിച്ച് നമ്മൾ മാറ്റിവെക്കേണ്ട ഉൽപ്പന്നങ്ങളല്ല. നമ്മുടെ ശരീരത്തിന് ഇതൊക്കെ വളരെ പ്രധാനം, അനിവാര്യമാണ്. നമ്മുടെ രോഗങ്ങൾ തടയാൻ ഏറ്റവും ബെറ്ററാണ്. അവിടെ പണം നോക്കിയിരിക്കരുത്. ആരോഗ്യം ഉണ്ടെങ്കിലേ പണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ, ആരോഗ്യം ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ. ആരോഗ്യം ഉണ്ടാക്കിയത് സമ്പാദിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കൊടുക്കേണ്ടത് എന്തിനാണ്? ആരോഗ്യത്തിനാണ്. എന്റെ ആരോഗ്യം ഞാൻ സംരക്ഷിക്കണം, അത് മറ്റൊരാൾ സംരക്ഷിക്കൂല. പലപ്പോഴും നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ബലിയർപ്പിക്കുകയാണ് ചെയ്യുക നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തെ. അവര് നന്നായി ജീവിക്കട്ടെ, അവര് നന്നായിട്ട് പോട്ടെ എന്ന് പറയുന്ന അവസ്ഥയാണ് നമ്മളിൽ പലരും. നമ്മുടെ ബോഡിയെ കുറിച്ച്, നമ്മുടെ ശരീരത്തെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഇതിനൊക്കെ പരിഹരിച്ചുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പഞ്ചഭൂതങ്ങൾക്കനുസരിച്ച് നമ്മൾ ജീവിക്കുക. 5 അന്നവും നമ്മൾ കറക്റ്റ് ചെയ്യുക. ആ 5 അന്നങ്ങളിൽ രോഗങ്ങൾ വരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഞാൻ പറഞ്ഞു. 1, അൺനാച്ചുറൽ ഫുഡ്, പ്രകൃതി വിരിക്കാത്ത ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുക. 2, വിഷലിപ്തമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കുക. അതേപോലെ തന്നെ അടുത്തത് ഞാൻ പറഞ്ഞു, വിഷലിപ്തമായ ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുക. ട്രേസ് എലമെന്റ്സിന്റെ അഭാവം പരിഹരിക്കുക, അതായത് അയഡിൻ, സ്പൈറല ഗോൾഡ് ഓർമ്മിക്കുക. അതേപോലെ തന്നെ പ്രോട്ടീൻ ഡെഫിഷ്യൻസി പരിഹരിക്കുക. പ്രോട്ടീൻ കൂടാൻ പാടില്ല, അത് നിയന്ത്രണ വിധേയമാക്കുക. അതേപോലെ തന്നെ വൈറ്റമിൻ സി പരിഹരിക്കുക, അതിന്റെ ഡെഫിഷ്യൻസി പരിഹരിക്കുക. ഇതൊക്കെയാണ് രോഗകാരണങ്ങൾ തടയാൻ, രോഗങ്ങളെ തടയാനുള്ള പ്രതിവിധി എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അതിന് ഇന്ന് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി നമുക്ക് തരുന്ന ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഞാൻ പറയുന്നില്ല, ഡീറ്റെയിൽ ആയിട്ടേ പറയുന്നില്ല. എല്ലാം നാച്ചുറൽ ഫുഡിനോട് കമ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് അത്തരം ഉൽപ്പന്നങ്ങളിലേക്ക് നമ്മൾ കടക്കുക. അല്ലെ, ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞാൽ ലിവഗൈൻ കഴിക്കുക, അസിഡിറ്റി വന്നു കഴിഞ്ഞാൽ ലിവഗൈൻ കഴിക്കുക, ആന്റാസിഡ് കഴിക്കുക. ഇങ്ങനെ ഞാൻ രോഗങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്, സമയം എനിക്ക് തികയില്ല. അതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അപ്പൊ ഈ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ എല്ലാവരും ബോധ്യപ്പെടുക, മനസ്സിലാക്കുക. സമയം 6:48 3 മിനിറ്റ് കൂടുതലായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും കൃത്യമായിട്ട് ഇതൊക്കെ ബോധ്യപ്പെട്ട് നമ്മുടെ ഉൽപ്പന്നങ്ങളെ കുറിച്ച് തിരിച്ചറിയുകയും അതിലേക്ക് കടക്കുകയും മാക്സിമം ആളുകളിലേക്ക് അത് എത്തിക്കുകയും സ്വന്തം കുടുംബത്തിൽ ഇത് ഉപയോഗിച്ച് ശീലിക്കുകയും ചെയ്യുക എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ അവസരം തന്ന എല്ലാ ലീഡേഴ്സിനും ഒരിക്കൽ കൂടി നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രത്യാശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ജയ് മൈ ലൈഫ്.